ഹലോ എവരിവൺ, നമ്മൾ ക്രൗണ്ട് ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പഴയ ചാനൽ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഈ വണ്ടി വാങ്ങിച്ച സമയത്തും അതിനുശേഷം 1-2 റോഡ് ട്രിപ്പൊക്കെ പോയതൊക്കെ വീഡിയോ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പിന്നീട് ഒന്നും ചാനലിൽ ഇട്ടിട്ടില്ല. നമ്മൾ ഈ പുതിയ ചാനലിൽ ഇതിനെപ്പറ്റി യാതൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വണ്ടികളെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് വേണം എന്നുള്ളത്. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ദ ക്രൗണ്ട്. ഇത് ഉപയോഗിക്കാണ്ടിട്ടേക്കായിരുന്നു കുറച്ച് കാലമായിട്ട്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ കപ്പിൾ ഓഫ് പാർട്സ്. കുറേ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റണ്ണിങ് ഫൈൻ. പക്ഷേ എന്നാലും 1-2 ഇലക്ട്രോണിക് കമ്പോണൻസ് എഞ്ചിൻ്റെ നമ്മൾ മാറാനുണ്ടായിരുന്നു. അത് നിപ്പോൺ ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് അത് മാറിയിട്ടുണ്ട്. കുറേ മെക്കാനിക്കൽ ബിറ്റ്സ് എല്ലാം മാറാനുള്ളതൊക്കെ അവർ അവിടെ ചെയ്തിരുന്നു. ഓൾസോ ഇതിൻ്റെ ഫിറ്റ്നസ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന കൂട്ടത്തിൽ ഇതും മാറ്റി വെച്ചേക്കായിരുന്നു. റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ അടുത്താണ് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയത്. അതോടൊപ്പം നമ്മളിതിൻ്റെ ഒരു എക്സ്റ്റീരിയറും കൂടി ഒന്ന് റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എനിക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് മോശമായിരുന്നു. ദിസ് വാസ് ദ കണ്ടീഷൻ. എല്ലാ പാനലും സ്ക്രാച്ചഡ് അപ്പ് ആയിരുന്നു. ഒരു ബാംഗ്ലൂർ പോലത്തെ ഒരു മെട്രോയിൽ ജീവിച്ചിരുന്ന ഒരു കാറിൻ്റെ പോലത്തെ ഒരു കുഴപ്പങ്ങൾ. നമ്മുടെ പോലെ ഒന്നും അവർ കെയർ ചെയ്ത് വാഷ് ചെയ്യില്ല. മിക്കവാറും പൊടിയെല്ലാം വെച്ചിട്ട് വൈപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റേതായ എല്ലാ പാനൽസും അതിൻ്റെ ഒരു ഗ്ലോസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നിറച്ച് സ്ക്രാച്ചഡ് അപ്പ് ആയിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് ഡിഡ് നോട്ട് ഹെൽപ്പ്. കാരണം സ്ക്രാച്ചസ് ഒക്കെ ഭയങ്കര ഡീപ്പായിരുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാലും എല്ലാ പാനലിനും ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ലസ്റ്ററൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വണ്ടി ഫോട്ടോയിൽ കാണുമ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല പാനൽസിനും ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പിന്നെ ഇത്രയും പഴക്കമുള്ള വണ്ടി എന്നുള്ള രീതിയിൽ ചില ഭാഗത്തൊക്കെ പെയിൻറ്റൊക്കെ പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഇൻ നീഡ് ഓഫ് എ പ്രോപ്പർ പെയിൻറ്റ് ജോബ്. പക്ഷേ ഒരു പഴയ വണ്ടി പെയിൻ്റ് അടിക്കുമ്പോഴുള്ള പല ബുദ്ധിമുട്ടുകളും മനസ്സിൽ വന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സ്ട്രിപ്പ് ചെയ്തൊന്നും പെയിൻ്റ് അടിക്കാനൊക്കെ പാടാണ്. കാരണം പല ട്രിംസും നമുക്ക് പിന്നീട് കിട്ടില്ല. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ഞാനതിങ്ങനെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനിത് ഓൺ റോഡ് കൊച്ചിയിലുള്ള ഒരു ബോഡി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാനത് പെയിൻറ്റ് ചെയ്തു. ഞാൻ അവർക്ക് 2 കൺസ്ട്രെയിൻസ് കൊടുത്തിരുന്നു. വൺ വാസ് ദ ടൈം ഫ്രെയിം. എനിക്ക് 7 ഡേയ്സിനുള്ളിൽ പെയിൻ്റ് അടിച്ച് കിട്ടണമായിരുന്നു, വേറൊരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ട്രിമ്മുകൾ, ഡോറിൻ്റെ ഒക്കെ മുകളിലുള്ള ക്രോം ട്രിമ്മുകൾ, സൈഡിലുള്ള ഈ ഒരു ട്രിം, അതുപോലെ കുറച്ച് ഊരാൻ പറ്റാത്ത കുറേ പാർട്സ്, ഇതെല്ലാം റിവെറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് വെച്ചിട്ട് ഐ ടോൾഡ് ദെം ഇതൊന്നും ഫുള്ള് സ്ട്രിപ്പ് ചെയ്യണ്ട. ഈ കാണുന്ന ഭാഗങ്ങളിൽ ഡോർ ജാംസ് ഒന്നും പെയിൻ്റ് അടിക്കാണ്ട് അകത്തുള്ള കളറായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മതി എന്ന് മാത്രം ഞാൻ പറയണ്ടായിരുന്നു. ആൻഡ് വിതിൻ ദാറ്റ് ടൈം ഫ്രെയിം ദേ ഡിഡ് എ ഗുഡ് ജോബ്. അവർ അതിൻ്റെ സ്ട്രിപ്പ് ചെയ്ത് അതിൻ്റെ ഡെൻറ്റിങ്ങും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു വീലിൻ്റെ ആ ഒരു കോർണറിൽ ചെറിയൊരു റസ്റ്റ് സ്പോട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ദാറ്റ് വാസ് കോട്ട് ഇൻ ദ നിക്ക് ഓഫ് ടൈം. അപ്പോൾ അതുകൊണ്ട് അത് സോർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ പ്രൈമിങ്ങും സാൻഡിങ്ങും ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടത് മാസ്കിംഗ് ആണ്. ദേ ടുക്ക് ദെയർ സ്വീറ്റ് ടൈം. കാരണം പലപ്പോഴും നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ സമയമെടുത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അവിടെ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കവർ ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അതുകൊണ്ട് യു ടേക്ക് യുവർ ടൈം വിത്ത് ദ മാസ്കിങ്. അതുപോലെ തന്നെ പിന്നീട് ആ പെയിൻറ്റ് പ്രെപ്പും സാധനങ്ങളൊക്കെ വളരെ നന്നായി ചെയ്ത് അതിൻ്റെ പ്രൈമർ അടിക്കലൊക്കെ വളരെ നന്നായിട്ട് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ ഇത്രയും ടെൻഷനുള്ളൊരു സമയം മുന്നേ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ആക്സിഡൻറ്റ് ജനിക്കുന്ന ആ സമയത്താണ്. കാരണം പെയിൻറ്റ് അടിച്ച് വന്നു കഴിയുമ്പോൾ ഇത് എന്താവും എന്നുള്ളത് എൻ്റെ മനസ്സിൽ വലിയൊരു സംശയമായിരുന്നു. ബട്ട് ദേ അഷ്വേർഡ് മീ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത്. എനിക്ക് ടൈംലി വാട്സാപ്പിൽ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമായിരുന്നു. അവർ ഈ വണ്ടി കൊണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ മോഡലാക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രൈമർ അടിച്ച കാർ നേരെ പെയിൻറ്റ് ബൂത്തിലേക്ക്. നമ്മൾ തിരഞ്ഞെടുത്തത് ഒറിജിനൽ കളറിൽ തന്നെ അല്പം സെഞ്ചുറിയുടെ ബ്ലൂ മൈക്ക മിക്സ് ചെയ്ത ഒരു പുതിയൊരു കളറായിരുന്നു. പടിപടിയായി ഇറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ലൈറ്റ് ഈവൻ കോട്ട്സ് ഓഫ് പെയിൻറ്റ്. ആൻഡ് ഫൈനലി മൾട്ടിപ്പിൾ കോട്ട്സ് ഓഫ് പെയിൻറ്റിന് ശേഷം അതിൻ്റെ മുകളിലൊരു തിക്കായിട്ടുള്ള ക്ലിയർ കോട്ടും കൊടുത്ത് അതിൻ്റെ മുകളിലൊരു ബോറോഫിൻ കോട്ടിങ്ങും കൂടി ചെയ്തിട്ടാണ് അവർ ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. ആൻഡ് ഹിയർ ഈസ് ദ ഫൈനൽ റിസൾട്ട്. 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ദേ ഡിഡ് എ റിയലി ഗുഡ് ജോബ് വിതിൻ ദാറ്റ് ടൈം ഫ്രെയിം, വിതിൻ ദാറ്റ് റെസ്ട്രിക്ഷൻസ് ഐ ഹാഡ് ഗിവൺ ദെം. അപ്പോൾ അതാണ് ആ ഒരു അപ്ഡേറ്റ്. ആൻഡ് താങ്ക്സ് ടു ഓൺ റോഡ് ഫോർ പുട്ടിങ് മൈ ക്രൗൺ ബാക്ക് ഓൺ റോഡ്. നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇത് ഓടിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് സോ റിഫ്രഷിങ്, സോ ഗുഡ് ടു ബി ബാക്ക്. ഇപ്പോൾ ഞാനിത് കൈൻഡ് ഓഫ് ഡെയിലി ആയിട്ട് കൊണ്ടുനടക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ഇത് സ്ഥിരം ഓടിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് എ ഗുഡ് കാർ. കാരണം നമ്മൾ പലപ്പോഴും ഈ 123, 124 ഒക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നില്ലേ, അത് ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മാറും. കാരണം ഇത് ആ കാലഘട്ടത്തിനല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇത് അടിപൊളിയാണ്. ദ വേ ഇറ്റ് ഡ്രൈവ്സ് ഈസ് സംതിങ് എൽസ്.
നമുക്ക് ഈ ഒരു ബാഡ് സെക്ഷൻസിലൊക്കെ പോകുമ്പോഴൊക്കെ എയർ സസ്പെൻഷനുള്ള ഒരു എസ് ക്ലാസ്സിന് മാത്രം ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു റൈഡ് ക്വാളിറ്റി ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊരു 2,10,000 കിലോമീറ്റർ ഓടിയ ഒരു കാറാണെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. ലൈക്ക് ഇത്രയും കാലത്തെ വേറെ ടയറും കഴിഞ്ഞിട്ട് ഇറ്റ് സ്റ്റിൽ റൺസ് ബ്യൂട്ടിഫുള്ളി. ഇപ്പോഴും ഒറിജിനൽ ബുഷസൊക്കെ തന്നെയാണ് സസ്പെൻഷനിലുള്ളത്. ഞാനിതൊക്കെ മാറാമെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഇപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, യാതൊരു പ്രശ്നവും അതിന് നോക്കിയിട്ട് കാണുന്നില്ല, വെറുതെ ഏജ് റിലേറ്റഡ് ആയിട്ട് മാറ്റേണ്ട നമുക്ക്. അപ്പോൾ ഞാനും വിചാരിച്ചത് എത്ര കാലം നമുക്കിത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത്. സോ ഐ എം ട്രൈങ് ടു ഫൈൻഡ് ദാറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് ഡ്രൈവ്സ് അഡ്മിറബിളി. ഇപ്പോൾ ഈ ഒരു പൊട്ടിയ സെക്ഷനിലൊക്കെ നമുക്ക് പോകുമ്പോഴൊക്കെ ഈ ഒരു റൈഡ് ക്വാളിറ്റി നമ്മളിപ്പോഴത്തെ പല വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ 19 ഇഞ്ച് 20 ഇഞ്ച് വീലിലൊക്കെ വളരെ ലോ പ്രൊഫൈൽ ടയേഴ്സിലാണ് ഓടുന്നത്. ഇതിനൊക്കെ നല്ല റീസണബിൾ സൈസ് ഓഫ് സൈഡ് വാൾ ഉണ്ട്. അപ്പോൾ കാരണം അതിന് തന്നെ ഒരു കുഷനിങ് ഉണ്ട്. പ്ലസ് ദ സോഫ്റ്റ് സ്പ്രിങ്സ് ആർ റിയലി ഗുഡ്. സോ യു ക്യാൻ റിയലി ഡു ലോങ് ഡിസ്റ്റൻസസ് വിത്ത് ഇറ്റ്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴും ഐ വാസ് റിയലി തറോലി എൻജോയിങ് ദിസ് കാർ. ആ ഒരു ലോങ് സ്ട്രേറ്റ്സിലൊക്കെ നമുക്ക് 100+ ഫുൾ ഡേ നമുക്ക് ക്രൂസ് ചെയ്യാം വിതൗട്ട് ബ്രേക്കിംഗ് എ സ്വെറ്റ്. വണ്ടിയും വളരെ കംഫർട്ടബിളാണ്. എഞ്ചിൻ ഈസ് ബെയർലി ടിക്കിംഗ് ഓവർ. നല്ല സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റിയറിംഗ് ഈസ് വണ്ടർഫുള്ളി വെയ്റ്റഡ്. നമ്മൾ വിചാരിക്കും ഇതൊരു ലക്സോബാജാണ്, ബോഡി കൺട്രോളൊക്കെ വളരെ മോശമാണെന്ന്. പക്ഷേ ആക്ച്വലി അല്ല, ഇറ്റ് ക്യാൻ ചേഞ്ച് ഡയറക്ഷൻസ്. നമ്മൾ പലപ്പോഴും കോർണർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത് എവിടെ നിന്നാണ് ഇത്രയധികം ബോഡി കൺട്രോൾ വന്നതെന്ന് നമ്മൾ ആലോചിക്കും. ആൻഡ് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഓടിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് റിമൈൻഡ്സ് മീ വാട്ട് എ ഗുഡ് കാർ ദിസ് ഈസ്. ഇപ്പോൾ പല യൂട്യൂബ് ചാനലിലും നിങ്ങൾ നോക്കിയാൽ കാണും ടൊയോട്ട സെഞ്ചുറി വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ഒരു അൺഡിസ്കവേർഡ് ജെം ആയിരുന്നു പല ആളുകൾക്കും. കാരണം യൂറോപ്പിലും സ്റ്റേറ്റ്സിലൊന്നും വിറ്റിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. ജപ്പാൻ സ്പെസിഫിക് ആയിരുന്നു. ഇപ്പോൾ പലരും സെഞ്ചുറി വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് വാട്ട് ഐ കോൾ എ ഹാഫ് സെഞ്ചുറി. സെഞ്ചുറിയുടെ പോലെ തന്നെ സ്റ്റൈലിംഗ് ആണ്, വളരെ പ്ലെയിൻ ആണ്, വളരെ സ്ലാബ് സൈഡഡ് ആണ്. ഇറ്റ് ഹാസ് സിമിലർ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ്. ഫെൻഡേഴ്സും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ഏരിയ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സി പില്ലറിൻ്റെ ഏരിയ ഒക്കെ വളരെ സിമിലർ ആണ്. എഞ്ചിൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതിന് V12 ആണ്. ദിസ് ഹാസ് ആൻ ഇൻലൈൻ 6. ആൻഡ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വണ്ടികൾ ഓടിച്ചിടക്കുന്നത് എത്രത്തോളം ഫണ്ണാണോ അത്രത്തോളം ഫാഷനബിളും ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസിക് കാറുകളൊക്കെ ഓടിച്ചിടക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ കാണുന്നുണ്ട്. ആൻഡ് താങ്ക്സ് ടു പീപ്പിൾ ലൈക്ക് ദുൽഖർ സൽമാൻ ഈ ഒരു വണ്ടികളൊക്കെ കുറച്ചും കൂടിയും കൂളായിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വണ്ടി കടവന്ത്ര ആ ഒരു ഭാഗത്ത് കൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് കുറേ പിള്ളേർ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ദുൽഖർ സൽമാൻ എന്നൊക്കെ വിളിച്ചു പറയണ്ടായിരുന്നു. ഒന്നുകിൽ അവർ ദുൽഖർ സൽമാനാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണ് ഡൽക്കാർ സൽമാൻ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്തായാലും കാണാൻ കുറച്ച് ഡള്ളാണ്. ഇറ്റ്സ് നോട്ട് ദ പ്രെറ്റിയസ്റ്റ് ഷേപ്പ്. എൻ്റെ മനസ്സിലും ഇതൊരു വളരെ ജെൻറിക് ബോറിങ് ടൊയോട്ട ഷേപ്പാണ് ഫ്രം ദ 90s. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കാർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കുന്ന ആ ഒരു ജെൻറിക് 3 ബോക്സ് ഷേപ്പില്ലേ, അത് ഞാൻ അന്ന് വരയ്ക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതെൻ്റെ ഭാവിയിലുള്ള ടൊയോട്ട ക്രൗണാണ് ഞാൻ വരയ്ക്കുന്നത് എന്നുള്ളത്. ഓൾമോസ്റ്റ് അതുപോലെയാണ് നമ്മൾ ആ ഒരു 90s കാണുന്ന എല്ലാ കാറുകളുടെയും പോലെ ഒരു ഫ്ലാറ്റ് ഫേസ്, നടുക്കൊരു ഗ്രില്ല്, 2 സൈഡിൽ ഹെഡ്ലൈറ്റ്സ്, അതിൻ്റെ സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് വേറെ ആൾ വണ്ടി റിവ്യൂ ചെയ്യണ പോലെ ആയിപ്പോയി. ഇൻഫാക്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ആകെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉള്ളത് ഇതിൻ്റെ ബാഡ്ജസും മോണോഗ്രാംസും ആണ്. ഇപ്പോൾ ആ ഒരു ക്രൗൺ ലോഗോ എന്നുള്ള സി പില്ലറിനുള്ള സാധനമൊക്കെ കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആ ബാക്കിൽ റോയൽ സലൂൺ എഴുതിയേക്കണ ആ ഒരു പെർട്ടിക്കുലർ ഫോണ്ടിലുള്ള ആ ഒരു മോണോഗ്രാമൊക്കെ കാണാനായിട്ട് ഒരു രസമുണ്ട്. റോയൽ സലൂൺ സൗണ്ട്സ് ലൈക്ക് ഒരു 90s ബാർബർ ഷോപ്പിന് ഇടുന്ന പോലത്തെ ഒരു പേരാണ്. പക്ഷേ ദാറ്റ് വാസ് എ ടോപ്പ് ടിയർ ട്രിം. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നല്ലൊരു ട്രിമ്മാണ്. സോ ഇറ്റ് ഹാസ് ഓൾ ദ ബെൽസ് ആൻഡ് വിസിൽസ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. യു ഗെറ്റ് ഇലക്ട്രിക് പവേർഡ് സീറ്റ്, ബാക്കിലെ സീറ്റ്സും പവേർഡാണ്. അതുപോലെ തന്നെ ഈ ഒരു വുഡ് ട്രിമ്മും ഈ ഒരു ഫിനിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യു ഗെറ്റ് AC വെൻസ് ദാറ്റ് മൂവ് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് എന്നും ഒരു പാർട്ടി ട്രിക്കാണ്. എനിക്കിപ്പോഴും കാണുമ്പോഴും ഇറ്റ് ബ്രിങ്സ് എ സ്മൈൽ ടു മൈ ഫേസ്. അതുപോലെ തന്നെ ഐ ലൈക്ക് ഹൗ ദിസ് കൺസോൾ ഓപ്പൺസ് ആൻഡ് ക്ലോസസ്. അതിനിപ്പോഴും ആ ഒരു ഫീൽ ഉണ്ട്. എവറിത്തിങ് ഈസ് ഫെൽറ്റ് ലൈൻഡ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സർഫസ് എല്ലാം ഫെൽറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. സോ യു ഡോണ്ട് ഗെറ്റ് സ്ക്രാച്ചസ് ഓൺ യുവർ ഗാഡ്ജറ്റ്സ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ദീസ് സർഫസസ് ആർ റിയലി വെൽ മെയ്ഡ്. ആ ഒരു അൽക്കൻഡാറ പോലെ ഫീൽ ചെയ്യുന്ന ആ വൂള് പോലെ ഇരിക്കുന്ന ആ ഒരു മെറ്റീരിയലാണ്. ഈവൻ ദ സീറ്റ് ഫാബ്രിക്, ക്രൗണിന് ലെതർ സീറ്റ്സും വരുന്നുണ്ട്. പക്ഷേ ജാപ്പനീസ് പ്രിഫേർഡ് ദിസ് ഈ ഒരു മെറ്റീരിയൽ ബിക്കോസ് ദിസ് ഡസൻ ക്രീക്ക് ലൈക്ക് ലെതർ. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു ചാമുണ്ട്. ആൻഡ് എവറിത്തിങ് ഈസ് റിയലി വെൽ എഞ്ചിനീയർഡ്. ഇപ്പോൾ ഈ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഒരു ലിവർ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ഗോസ് അപ്പ്. ഒരു സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസമാണ്. ദ ഗ്ലൗ ബോക്സ് ഈസ് ഡാംഡ്, അത് പതുക്കെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം എർഗണോമിക്കലി വളരെ പെർഫെക്റ്റ് ആണ്. എനിക്ക് പെർട്ടിക്കുലർലി ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പവർ വിൻഡോസിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ നോർമലി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഒക്കെ വേറൊരു അലൈൻമെൻറ്റിലാണ് ഇരിക്കുന്നത്. ദേ ആർ നോട്ട് സ്ട്രെയിറ്റ്. ആ ഒരു പാനലനുസരിച്ച് എല്ലാവരും ഉണ്ടാക്കിയാണ്. പക്ഷേ ഇത് നമ്മുടെ വിരലുകൾ ഏത് ആംഗിളിലാണോ ആ ഒരു ആംഗിളിൽ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഈ ബട്ടൺസ് കൊടുത്തേക്കുന്നത്. സോ ഇറ്റ്സ് വെരി എർഗണോമിക് ടു യൂസ്.
ആൻഡ് ഈ ഒരു വണ്ടിയിൽ ഇറ്റ് ഹാഡ് സെപ്പറേറ്റ് AC ഫോർ ദ റിയർ. നമുക്കിവിടെ മുകളിൽ AC വെൻസ് നമുക്ക് കാണാൻ പറ്റും. അതിന് ബാക്കിൽ ബൂട്ടിൻ്റെ അകത്തായിട്ട് ബ്ലോറും അതിന് വേറൊരു കൂളിംഗ് കോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എയർ പ്യൂരിഫയർ ഇന്നിപ്പോൾ പല വണ്ടികളും വലിയൊരു ഫീച്ചറായിട്ട് പറയുന്നത് ടൊയോട്ട ഗേവ് ഇറ്റ് ബാക്ക് ഇൻ ദ ഡേ. സ്പീക്കിംഗ് ഓഫ് AC, നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു AC വെൻറ്റും കൂടി ടൊയോട്ട കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ടൊയോട്ട വണ്ടികളിലൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ്. ഈ ഒരു സ്റ്റിയറിംഗ് കോളത്തിൻ്റെ അടിയിൽ അവരൊരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് കീപ്സ് യുവർ ലോവർ ഏരിയ റിയലി കൂൾ. അപ്പോൾ അതാണ് റോയൽ സലൂൺ എന്നുള്ള ബാഡ്ജ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി എ റോയൽ സലൂൺ. വേറൊരു ബാഡ്ജും കൂടി ബാക്കിലുണ്ട്. ഇറ്റ് സേസ് 3.0 ട്വിൻ ക്യാം 24 ആൻഡ് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാഡ്ജ്. ഈ ഒരു വണ്ടി ഞാൻ വാങ്ങാനുള്ള റീസൺ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബാഡ്ജാണ്, ഓർ വാട്ട് ഇറ്റ് ഡിനോട്ട്സ്. ആൻഡ് എൻ്റെ പല കാർ പർച്ചേസ് ഡിസിഷനുകളിലും എൻജിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇപ്പോൾ നമ്മുടെ ഫോർഡ് ഐക്കൺ പഴയ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാഡ് ദ 1.6 റോ ക്യാം. ആൻഡ് ഇപ്പോൾ ബെലേനോ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ദ G16B. അതുപോലെ തന്നെ ടൊയോട്ട ഓൾട്ടസ് ഞാൻ വാങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ 3SG യമഹ ഡെവലപ്ഡ് എഞ്ചിനാണ്. അതേപോലെ തന്നെ ബോക്സ്റ്റർ ബിക്കോസ് ഓഫ് ദ നോൺ DFI 3.2 ഫ്ലാറ്റ് 6. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലും ഇറ്റ് ഹാസ് സംതിങ് റിയലി സ്പെഷ്യൽ. നമ്മുടെ 2JC എഞ്ചിനാണ് ഇതിൻ്റെ അടിയിലിരിക്കുന്നത്. നോട്ട് ദ GTE, ദ ടർബോ വേർഷൻ അല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് വേർഷനാണ്. 2JC GE എന്ന് പറയുന്ന വേർഷനാണ്. ആ ഒരു പീരീഡിലേക്ക് വളരെ ഹൈടെക് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കാസ്റ്റ് അയൺ ബ്ലോക്കാണ് ഒബ്വിയസ്ലി, ബട്ട് ഡിസ് ആറ്റ് ദ ലേറ്റർ വേരിയബിൾ വാൽ ടൈമിംഗ് ഉള്ള ഹെഡായിരുന്നു. 3 ലിറ്റർ ആണ്, ഇൻലൈൻ 6 ആണ്, ട്വിൻ ക്യാം ആണ്. സോ ഇറ്റ് ആറ്റ് 24 വാൽസ് ഇൻ ടോട്ടൽ, 4 വാൽസ് പെർ സിലിണ്ടർ എന്നുള്ളൊരു ലേ ഔട്ടായിരുന്നു. അലൂമിനിയം ഹെഡാണ് ആൻഡ് ലൈക്ക് ഓൾ 2JC's കാസ്റ്റ് അയൺ ബ്ലോക്കാണ്. ആൻഡ് ഇതൊരു സ്ക്വയർ എഞ്ചിനാണ്, അതായത് ബോറും സ്ട്രോക്കും ഈക്വലാണ്. 86mm ബോറും 86mm സ്ട്രോക്കും ആണ്. സോ ദാറ്റ് ഗിവ്സ് ഇറ്റ് എ സ്പെഷ്യൽ ക്യാരക്ടർ. സാധാരണ നമ്മൾ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടോർക്ക് ഉണ്ടാവും, പക്ഷേ ഇറ്റ് വോണ്ട് ഡ്രൈവ്. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടാക്കിയാൽ നല്ലോണം റെവ് ചെയ്യും, പക്ഷേ ടോർക്ക് ഉണ്ടാവില്ല. ദിസ് ഹാസ് ദ ബെസ്റ്റ് ബാലൻസ് ഓഫ് ദെം ഓൾ. ആൻഡ് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് യു ക്യാൻ put big turbos on it and give it plenty of boost. ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഇൻറ്റേർണൽസ് ഒക്കെ കുറച്ചും കൂടിയും വീക്കറാണ്. ഇറ്റ്സ് ഓൺലി ഗുഡ് ഫോർ 400 ഹോഴ്സ് പവർ. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽസ് ഒക്കെ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു 800,000 ഹോഴ്സ് പവർ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ടും ഇറ്റ്സ് സ്റ്റിൽ ഫൺ. ഇതിൻ്റെ നല്ല കാലത്ത് 220 ബ്രേക്ക് ഹോഴ്സ് പവർ ഉണ്ടാക്കുമായിരുന്നു. ഈവൻ നൗ ഇറ്റ് ഹാസ് പ്ലെൻറ്റി ഓഫ് പോക്ക്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് പുൾസ്. ഒരു ഫ്രൈറ്റ് ട്രെയിനിൻ്റെ പോലെയാണ്. And it keeps on accelerating like that. It even sounds good. അതിൻ്റെ ആ ഒരു VVTi സോണിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റെവി സൗണ്ട് കിട്ടുന്നുണ്ട്. ചെറിയ ഡ്രോബാക്ക് ഉള്ളത് എക്സോസ്റ്റിനൊരു ചെറിയൊരു ലീക്കിംഗ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലിംഗ് സൗണ്ടാണ് പലപ്പോഴും വരുന്നത്. സോ സംടൈംസ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഒരു ടർബോ ഉള്ള പോലത്തെ ഒരു വിസിലിംഗ് സൗണ്ടായിട്ട് തോന്നും. ചിലപ്പോൾ ഫാൻ ബെൽറ്റ് സ്ലിപ്പ് ചെയ്യണ പോലെ തോന്നും. സോ ദാറ്റ് നീഡ്സ് ടു ബി റിപ്പയർഡ്. വേറൊരു സംഭവം ഞാൻ റിപ്പയർ ചെയ്യാണ്ട് ഡെലിബറേറ്റ്ലി വെച്ചേക്കുന്നത് ഈ ഒരു ടാക്കോമീറ്ററാണ്. കണ്ണ് കിട്ടണ്ടെന്നുകൊണ്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കുന്ന പോലെ ഞാൻ റിപ്പയർ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 0 RPM-ലാണ്. ഇപ്പോൾ സ്പീഡോമീറ്ററും 0-ലാണ്. റോഡ് വർക്ക്സ് ആണ്. ഇനി കുറേയധികം ബ്ലോക്ക് കാണുന്നുണ്ട്. നമ്മൾ ഈ ടോളൊക്കെ കൊടുത്തു പോകുന്ന ഈ ഒരു റോട്ടിലും നമ്മൾ ഈ ഒരു ട്രാഫിക്കിൻ്റെ ഒപ്പം ഇങ്ങനെ അഴിഞ്ഞ് നീങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കി. 1-2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അപ്പോൾ ബ്ലോക്കിലൊക്കെ കിടന്ന് കുറേ സമയം പോയി. അതോടൊപ്പം ബാക്കി വീഡിയോ ഉണ്ടാക്കാനുള്ള മൂഡും പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.